എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനോദ ദർശൻ. നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദുബായിലേക്ക് ഒരുപാട് ആൾക്കാർ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിലും പല സ്ഥലങ്ങളിൽ നിന്നും ജോലി അന്വേഷിച്ച് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അതിൽ ഒരു ഭൂരിഭാഗം ആൾക്കാർ വിസിറ്റിംഗ് വിസ എടുത്തിട്ട് ഇവിടെ വന്ന് 2 മാസം വിസിറ്റിംഗിൽ നിന്നുകൊണ്ട് ജോലി തപ്പി ഇവിടെ ജോലി വാങ്ങി ഇവിടുത്തെ വിസ കൺവേർട്ട് ചെയ്ത് ഇവിടുത്തെ റെസിഡന്റ് ആവുന്ന ഒരു കാറ്റഗറി ഉണ്ട്. പിന്നെ കുറച്ച് ആൾക്കാർ നാട്ടിൽ നിന്ന്, അതായത് വിസിറ്റിംഗ് വിസ എടുത്ത് വരാനുള്ള സാഹചര്യം നമുക്കില്ല, ഇവിടെ ഒരു ജോലി റെഡി ആയിട്ടുണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് ഫ്ലൈ ചെയ്ത് വരുള്ളൂ എന്ന് തീരുമാനിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. കുറച്ച് ആൾക്കാർ സ്വന്തമായിട്ട് ഓൺ വിസ എടുത്തുകൊണ്ട്, അതായത് ഒരു 2 വർഷത്തെ ഫ്രീലാൻസ് ഓൺ വിസ എടുത്തുകൊണ്ട് ഇവിടെ വന്ന് ജോലി അന്വേഷിച്ച് ജോലിയിൽ കയറുന്ന കാറ്റഗറി ആൾക്കാരുണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്കാമിൽ പെടുന്നത് ആരാന്ന് വെച്ച് പറഞ്ഞാൽ, നാട്ടിൽ നിന്ന് ഇവിടുത്തെ ജോലി ശരിയായി എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ടെമ്പററി 60 ദിവസത്തെ വിസ അടിച്ചു കൊടുത്ത് ആ വിസയുടെ പേരിൽ ഇങ്ങോട്ട് വന്ന് ഇവിടെ അവർ ഉദ്ദേശിച്ച പോലെ ജോലി കിട്ടാതെയും ശമ്പളം കിട്ടാതെയും പ്രോപ്പറായിട്ട് വിസ അടിച്ചു കൊടുക്കാതെയും സ്റ്റാമ്പ് ചെയ്യാതെയും, അതായത് എമിറേറ്റ്സ് അടി പോലുള്ള കാര്യങ്ങളൊന്നും ഇഷ്യൂ ചെയ്യാതെ ഇവിടുന്ന് പറ്റിക്കപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ഷെൽ കമ്പനികൾ, ഫേക്ക് ആയിട്ടുള്ള കുറെ കമ്പനിയുടെ പേരിൽ വിസ എടുത്തുകൊണ്ട് ഇവിടെ വന്ന് അന്വേഷിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു കമ്പനി തന്നെ ഇല്ലാത്ത പോലെയും ഇവർക്ക് വിസ കഴിയുന്നത് വരെ, അതായത് 60 ദിവസം വരുന്ന വിസ കാലാവധി എന്നുണ്ടെങ്കിൽ 55 ദിവസം വരെ ഇവര് പല കാര്യങ്ങളും പറഞ്ഞ് അവിടെ ഹോൾഡ് ചെയ്ത് വെച്ച് അവസാനം അവർക്ക് ഇനി വിസ റിന്യൂവൽ ചെയ്യാൻ പറ്റില്ല, ഇല്ലെങ്കിൽ വേറൊരു ജോബ് അന്വേഷിച്ച് പോകാൻ പറ്റാത്ത രീതിക്ക് ആക്കിക്കൊണ്ട് അവർ ആ സമയത്ത് പറയും ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ ഏജൻസിയായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് എന്താ വെച്ചാൽ ചെയ്തതുകൊണ്ട് കൈ നടത്തുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഇവിടെ കാണാറുണ്ട്. ഡെയിലി ഒരുപാട് പേര് ഇതേപോലെ ജോലിക്ക് എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ ലക്ഷങ്ങൾ കൊടുത്തിട്ട് ഇവിടെ വന്ന് ജോലി ഇല്ലാതെ തിരിച്ചു പോകുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ ഇഷ്ടംപോലെ കണ്ടുവരുന്നുണ്ട്. അപ്പം നമുക്ക് നാട്ടിൽ നിന്ന് വരുന്നവരോട് ഒരുപാട് പേരോട് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ, നിങ്ങൾ ഇവിടേക്ക് ജോലി അന്വേഷിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ വിസിറ്റിംഗ് എടുത്തിട്ട് വരാം. നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട്, ഇവിടെ വന്ന് ഇന്റർവ്യൂ ക്രാക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോബ് എടുക്കാൻ പറ്റും എന്നുള്ള രീതിക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ 60 ദിവസത്തെ വിസിറ്റിംഗ് വിസ എടുത്തിട്ട് വന്നാൽ മതി. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ എന്താണോ പാഷനേറ്റ് ആയിട്ട് വരുന്നത്, ഇല്ലെങ്കിൽ നിങ്ങളുടെ എന്താണോ കോർ വർക്ക് അത് തന്നെ ഇവിടെ കിട്ടണം എന്നുള്ളത് ആദ്യം തന്നെ നമ്മൾ വാശി പിടിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. നിങ്ങൾ ഒരു മന്ത് വേണമെങ്കിൽ അതിന് മാത്രമേ ട്രൈ ചെയ്യുക. ഇവിടെ ഇന്റർവ്യൂ കോൾസും എല്ലാം വരുന്നത് വളരെ കുറവായിട്ടേ കോൾസ് വരുള്ളൂ. അത്രയും എന്താ പറഞ്ഞാൽ, ഒരു കമ്പനി നല്ലൊരു കമ്പനിയിൽ ഒരു വേക്കൻസി വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയുന്ന റെഫറൻസ് ത്രൂ മാത്രം തന്നെ അവർ കൂടുതൽ ആൾക്കാരോട് റിക്രൂട്ട് ചെയ്യുള്ളൂ. അതിനുശേഷം മാത്രമേ ആ ഓഫർ പുറത്തേക്ക് പോകുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ലൊരു കമ്പനി നല്ലൊരു പൊസിഷനിൽ ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നിൽ നിങ്ങൾക്ക് ആ കമ്പനിയിൽ നല്ല കോൺടാക്ട്സ് വേണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള റെസ്യൂം നിങ്ങളുടെ കയ്യിൽ വേണം. ഇവിടെ ATS റെസ്യൂം ആണ് ഉള്ളത് മൊത്തം. അതുകൊണ്ട് ATSലെ കീവേഡ്സ് അവർ പലതും ശ്രദ്ധിക്കുക. അവരുടെ കീവേഡ്സ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ട് തന്നെ എങ്ങനെ അത് ക്രാക്ക് ചെയ്യണമെന്നും അറിയില്ല. അപ്പോൾ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂം നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ വന്ന് നോക്കുകയും ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള അടുത്തൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ 1 ഇയർ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 1 ഇയർ നിങ്ങൾ അവിടെ ഏതെങ്കിലും ഒരു ജോബ് കിട്ടുന്ന ജോബിൽ കയറി വിസയെല്ലാം അടിച്ച് എമിറേറ്റ്സിലായി നിങ്ങൾ അതിൽ നിന്നുകൊണ്ട് അവിടെ നിങ്ങൾ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത് നിങ്ങൾ ഏത് കമ്പനിയാണോ ഫോക്കസ് ചെയ്യുന്നത് അതിന് മാത്രം സെർച്ച് ചെയ്ത് കൊണ്ടതിന് ശേഷം 1 ഇയറിന് ശേഷം 1 ഇയറിന് മുമ്പ് നമുക്ക് ഒരു ജോബ് കോൺട്രാക്ട് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെതായ നഷ്ടപരിഹാരങ്ങൾ കമ്പനിക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഇല്ലാതിരിക്കണമെങ്കിൽ 1 ഇയറിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോബിലേക്ക് പോയിട്ട് ആ സമയത്ത് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് 1 ഇയർ ടൈം കൊണ്ട് ഇവിടെ നിങ്ങൾക്ക് റെന്റും കൊടുക്കാനുള്ള സാലറിയും കിട്ടും, നിങ്ങൾക്ക് റെസിഡൻസും കിട്ടും, എല്ലാം തന്നെ സേഫ് ആയിട്ട് കിട്ടും, ഇൻഷുറൻസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കിട്ടുകയും ചെയ്യും. നിങ്ങൾ ആ കമ്പനിയിൽ 1 ഇയർ ജോബ് ചെയ്യുക, അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് വേറെ കാറ്റഗറിയിൽ പോകാം. ഇത് ഒരു ഫസ്റ്റ് കാറ്റഗറി. സെക്കൻഡ് ഒരു കാറ്റഗറി, ഇപ്പോൾ എല്ലാവരും നാട്ടിൽ നിന്ന് അന്വേഷിച്ച് വരുന്ന സമയത്ത് പല കമ്പനി ഫേക്ക് ആയിട്ടുള്ള കമ്പനികളുടെ പേരിൽ വിസ കൊടുത്തിട്ട് അവർ അവിടെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ആ വിസയിലേക്ക് വെറും 500-600 ദിർഹംസ്, അതായത് 10,000-15,000 രൂപയുടെ ചിലവൊക്കെ ഉണ്ടാവുള്ളൂ. അത് മാത്രമല്ല, പക്ഷേ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് 1-1.5 ലക്ഷം രൂപയൊക്കെ വാങ്ങണു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ ആ 1.5 ലക്ഷം രൂപ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഫ്രീലാൻസ് വിസ എന്ന് കൊണ്ട് കിട്ടും. അതായത് ഓൺ വിസ എന്ന് വേണമെങ്കിൽ പറയും. നിങ്ങൾക്ക് ഒരു കമ്പനിയുടെ പേരിൽ 2 വർഷത്തെ കോൺട്രാക്റ്റിൽ ഒരു വിസ എടുക്കാൻ പറ്റും. ആ വിസ വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് കമ്പനി വേണമെങ്കിലും ജോബ് ചെയ്യാൻ പറ്റും. ആ കമ്പനിയുടെ NOC മാത്രം മതി. നമ്മുടെ നാട്ടിലുള്ള ട്രാവൽ ഏജൻസീസിനൊക്കെ കോൺടാക്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ സാധനങ്ങൾ ഇപ്പോൾ അവർ ക്ലിയർ ആയിട്ട് ചെയ്തു തരും. അപ്പോൾ അതിന് തന്നെ ഓൾമോസ്റ്റ് കോസ്റ്റ് വരുന്നത് 1,20,000, 1,30,000, 1.5 ലക്ഷം രൂപയുടെ മാക്സിമം നിങ്ങൾ വെച്ചാൽ നിങ്ങൾക്ക് 2 വർഷത്തേക്കുള്ള വിസയും എമിറേറ്റ്സ് ഐഡിയും മെഡിക്കലും എല്ലാം തന്നെ അതിൽ കവർ ചെയ്ത് വരികയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആ 2 വർഷം ഏത് കമ്പനിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ജോലി അന്വേഷിച്ച് പോകാം, ഏത് കമ്പനിയിൽ വേണമെങ്കിൽ ജോലി ഈസി ആയിട്ട് തരാം. എന്താ പറയുക, നിങ്ങൾ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന കമ്പനിക്ക് നിങ്ങളുടെ മേലെ സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് നിങ്ങൾ ഓൾറെഡി സ്പെൻഡ് ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ കമ്പനിക്ക് നിങ്ങളുടെ മേലെ വലിയ രീതിക്ക് എക്സ്പെൻസ് ഒന്നും വരാത്തതുകൊണ്ട് ഈസി ആയിട്ട് എല്ലാ കമ്പനിയിലും നിങ്ങളെ റിക്രൂട്ട് ചെയ്യുമെന്നുള്ളതാണ് സത്യാവസ്ഥ. ഓൺ വിസ ഉണ്ടെങ്കിൽ തന്നെ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്കൊരു പ്രയോറിറ്റി കൂടുതൽ കിട്ടും. എന്താ പറയുക, അവർക്ക് കമ്പനിക്ക് നിങ്ങളുടെ മേലെ പിന്നെ ലേബർ കാർഡ് മാത്രമേ ചെയ്യേണ്ട കാര്യമുള്ളൂ, ബാക്കി എല്ലാ കോസ്റ്റും നിങ്ങൾ തന്നെ ചെയ്ത് വന്നതുകൊണ്ട് കമ്പനിക്ക് സേഫ് ആണ്. അപ്പോൾ നിങ്ങൾ നാട്ടിൽ 1 ലക്ഷം 1.5 ലക്ഷം കൊടുത്ത് എന്തെങ്കിലും ഒരു ജോലി വരും അവിടുന്ന് പറയുന്നത് 30,000-35,000 രൂപ നാട്ടിൽ ശമ്പളം കിട്ടണം എന്നുള്ള കോൺസെപ്റ്റിലാണ് നിങ്ങൾ കൊണ്ടുവരിക. ആ സാലറി കൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള സത്യാവസ്ഥ. എന്ന് പറഞ്ഞാൽ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര എക്സ്പെൻസ് ആണ്, ഫുഡിനും ഭയങ്കര എക്സ്പെൻസ് ആണ്, റെന്റിന് എക്സ്പെൻസ് ആണ്, ഫുഡ് എല്ലാത്തിനും തന്നെ എക്സ്പെൻസ് ആണ്. സോ കിട്ടുന്ന പൈസ മോസ്റ്റ്ലി നിങ്ങൾക്ക് ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും എന്നുള്ളത് കൊണ്ട് നിങ്ങൾ അങ്ങനെ കൊടുക്കുന്നതിന് പകരം
ഫ്രീലാൻസ് ഈസി എടുത്തിട്ട് ഇവിടേക്ക് ടിക്കറ്റ് എടുത്ത് വരിക. നിങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നാട്ടിൽ പൈസ കൊടുത്ത് വഞ്ചിതരാവാതെ ഇവിടെ ഇങ്ങനെ വന്ന് വിസയിൽ വരിക, അല്ലെങ്കിൽ വിസിറ്റിംഗ് വിസയിൽ വന്ന് ഒരു മാസം വന്ന് നോക്കിയതിന് ശേഷം ഇനി നാട്ടിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുന്ന ഒരുപാട് നല്ല കമ്പനീസ് ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ വളരെ അപൂർവം കമ്പനീസ് മാത്രമേ നാട്ടിൽ വന്ന് അത്ര ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നുള്ളൂ. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഓഫർ ലെറ്റർ ആദ്യം കളക്ട് ചെയ്യുക. ഓഫർ ലെറ്റർ ബൈ പ്രോപ്പർ അവരുടെ മെയിൽ ഐ ഡി തന്നെയാണോ വരുന്നത് നോക്കുക. അതായത് അവരുടെ വെബ്സൈറ്റ് മെയിൽ ഐ ഡി എല്ലാം ഓഫർ ലെറ്ററിൽ ഉണ്ടാവും. അതേ മെയിൽ ഐ ഡി തന്നെയാണോ നിങ്ങൾക്ക് വന്നെന്നുള്ള വെരിഫൈ ചെയ്യുക. അവരുടെ പേര് നിങ്ങൾക്ക് ഇവിടുത്തെ കമ്പനി ഗവൺമെന്റ് സൈറ്റുകളിലൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റും. അവർ ഓക്കെ ആണോ നോക്കുക. നിങ്ങളുടെ ഇഷ്ടം പോലെ എന്തായാലും നിങ്ങളുടെ ഒരു 10 ഫ്രണ്ട്സ് എടുത്തിട്ടുണ്ടെങ്കിൽ 2-3 പേരെങ്കിലും ദുബായിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. അവർക്ക് ഈ കമ്പനിയുടെ പേര് അയച്ചു കൊടുത്തിട്ട് ഇത് ഓക്കെ ആണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി പറയുക. അവർക്ക് ഈസി ആയിട്ട് ഇവിടുത്തെ കോൺടാക്ട്സ് വെച്ചിട്ട് അന്വേഷിക്കാൻ പറ്റും. അതിന് തുടർന്ന് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ മാത്രം ഏജൻസിയിൽ പൈസ കൊടുത്ത് 60 ദിവസത്തെ വിസയുടെ കാര്യങ്ങൾ എടുത്ത് നിങ്ങൾക്ക് വരാം. അപ്പോൾ നിങ്ങൾ വല്ല എഗ്രിമെന്റ് എന്തെങ്കിലും അവരെ കൊണ്ട് സൈൻ ചെയ്യുന്നതാണ് ബെറ്റർ. എന്താ വെച്ച് പറഞ്ഞാൽ 60 ദിവസം കഴിഞ്ഞിട്ട് വിസ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോബ് പ്രോപ്പറായിട്ട് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഈ പൈസ തിരിച്ചു തരുന്ന പോലത്തെ എന്തെങ്കിലും കോൺട്രാക്ട് കാര്യങ്ങൾ നിങ്ങൾ സൈൻ ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ ഏജൻസീസിന് പൈസ കൊടുക്കുക എന്ന് മാത്രമേ എനിക്ക് ഇതിൽ പറയാനുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ ചെക്ക് പോലെ കൊടുത്തിട്ട് ഈ പേയ്മെന്റ് എല്ലാം വരുന്ന സാലറി വരുന്ന സമയത്ത് കൊടുക്കുന്ന പോലെയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കോൺസെപ്റ്റിൽ സംസാരിച്ച് സേഫ് ആക്കുന്നതായിരിക്കും ബെറ്റർ. എന്താണ് അത്രയും ആൾക്കാർ ഇവിടെ ഒരു ജോബ് സ്കാമിൽ വന്നിട്ട് ഒരുപാട് പേര് പെടുന്നുണ്ട്. ഇത് മാത്രമല്ല ഇഷ്യൂസ്, ഇത് നമ്മൾ ഡെയിലി ഇവിടെ കാണുന്ന ഇഷ്യൂസുകൾ, ഇതിന്റെ അപ്പുറം നമ്മൾ വിചാരിക്കാത്ത രീതിക്കുള്ള പല ഇഷ്യൂസുകളും വരുന്നുണ്ട്. അപ്പോൾ ഒരു വേറെ നാട്ടിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ഇവിടെ വന്ന ബുദ്ധിമുട്ടേക്ക് കിട്ടുന്നത് നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഇതെല്ലാം അന്വേഷിച്ചതിന് ശേഷം മാത്രം വരിക. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഫ്രീലാൻസ് വിസ, ഓൺ വിസ പ്രിഫർ ചെയ്യുക. അതെടുത്തിട്ട് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും തന്നെ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഇല്ലെങ്കിൽ സ്പൗസ് വിസ, നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ ഹസ്ബൻഡ് വൈഫൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ സ്പോൺസർ ചെയ്തിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് നമുക്ക് ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യുക എന്ന് മാത്രം നമ്മൾ വരുന്നു. നന്ദി, നമസ്കാരം.